ഇക്കട്ടറ റായ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സ്ഥലം ട്രിവിയൻസിന് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. ട്രിവിയൻസിൻ്റെ വൈബാണ് ഇവിടെ. ഇതാണ് ശംഖുമുഖം ബീച്ച്. ഇവിടെ തിരക്ക് കൂടുതൽ സന്ധ്യയ്ക്ക് ശേഷമാണ്. ഞങ്ങൾ വന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കൂടുതൽ തിരക്കുണ്ടായിരുന്നു. അത് ഈ വീഡിയോ കാണുമ്പോഴേ തന്നെ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും സ്റ്റോളുകളുടെ എണ്ണമൊക്കെ കൂടി വരുവാണ്. നടവഴിയിലെ ചെറിയ സ്ഥലത്ത് പോലും ചെറിയ ചെറിയ സ്റ്റോളുകളുണ്ട്. ഞങ്ങൾ ബീച്ച് സൈഡിൽ പോയാൽ ഫസ്റ്റ് കഴിക്കുന്നത് കടലയാണ്. എല്ലാ തവണത്തെ പോലെ ആയിരുന്നില്ല, ഇത്തവണ നല്ല എരിവുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മോനെ അന്നേരം എടുത്തിരുന്നത് ഇക്കായായിരുന്നു. അപ്പം ഞാൻ കഴിച്ചതിന് ശേഷം ഇക്കാക്കുള്ളത് ഞാൻ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മനു മാത്രമായിരുന്നു വെറൈറ്റി പിടിച്ചത്, ബണ്ണും ചാറും, അതായത് ചാട്ട് മസാല. ഗൈസ്, ഞാൻ ഈ നേരമൊക്കെ നല്ല എരിച്ച് നിൽക്കുകയാണ്. സെയിം ഊണ് അല്പം ബണ്ണിൻ്റെ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കട്ടറ റായ് ഗൈസ്. അതെന്തിനാണെന്നറിയാവോ? വണ്ടിയിൽ നിന്ന് അവൻ്റെ വൈപ്പ് എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ബീച്ച് സൈഡിലേക്ക് വന്നു. അവിടെ അല്പനേരം കാറ്റൊക്കെ കൊണ്ട് കുറച്ചു നേരം നിന്നു. മാമിയും ചെന്ന് നിന്ന് അവിടെ ഇരുന്നു. സാറൊന്ന് താഴേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും ബലൂണിൻ്റെ ഗതി ഇതായി. ഇടയ്ക്ക് ടെററായ സ്ഥിതിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ, അതാണിത്. ഇവരുടെ പുറകെ വാപ്പായും മനുവും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം വാപ്പാടെ കയ്യിൽ സേമിയും മിക്കയുടെ കയ്യിൽ ഇസുവുമായി. ചിന്നും മനുവും കുറച്ചു മുന്നേ ചെന്നിട്ട് ഈ ഒരു ലൈറ്റിംഗ് ഗ്ലാസും ആൻഡ് ലൈറ്റിംഗ് സ്റ്റിക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സേമി ഗ്ലാസും ക്യാപ്പും ഒന്നും വെക്കത്തില്ല, ഉടനെ തന്നെ അവനത് ഉരുക്കളയും. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയത് നടക്കുന്ന ഉത്സവ പറമ്പായിട്ടാണ്. തിരിച്ച് കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴത്തേനും അവിടെ ചെണ്ട വിൽക്കുന്നുണ്ടായിരുന്നു. മനു ഉടനെ അത് വാങ്ങി. തിരിച്ചു വന്നപ്പോൾ മുട്ടച്ചപ്പുണ്ണ് ഞങ്ങളുടെ കയ്യിലായി. അളങ്ങ് രസിച്ചിരുന്നത് അപ്പിയിടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ പകുതിയിൽ നിർത്തി അവളെ സാധിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് റജ്ല ഹോട്ടലിലേക്കാണ്, ഹോട്ടൽ രാജ്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ കയറുന്നത്. മട്ടൺ സ്പെഷ്യൽ ആണല്ലോ അവിടെ. ഏകദേശം കഴിയാറായിരുന്നു അവിടെ. ഞങ്ങൾ ഒരു പ്ലേറ്റ് മട്ടൺ ഫ്രൈയും മട്ടൺ റോസ്റ്റും 2 സൂപ്പുമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു ഹാഫ് പ്ലേറ്റ് പോട്ടിയും. പോട്ടി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും മട്ടൺ റോസ്റ്റും മട്ടൺ ഫ്രൈയും ഞാൻ പ്രതീക്ഷിച്ചത്ര ഒത്തില്ലായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.